ഹായ്, വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്ന് ഞാൻ ഒരു വറുത്തരച്ച കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിന് കോളിഫ്ലവർ വെച്ചിട്ടാണ് വറുത്തരച്ച കറി വെക്കുന്നത്. സാധാരണ നമ്മൾ വറുത്തരച്ച കറിയാണ്. ഇത് എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഇറച്ചിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്ന ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതേപോലെ ഇതിൻ്റെ ഇതൊക്കെ അടർത്തി എടുക്കാം. ഇത് ആദ്യം ഒന്ന് തിളച്ച വെള്ളത്തിലൊന്ന് കുറച്ച് നേരം മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടുള്ള തിളച്ച വെള്ളത്തിലൊന്ന് ഇട്ടിട്ട് വൃത്തിയാക്കി എടുക്കാം. ആദ്യം ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ. ഇങ്ങനെ നമ്മൾ പൂവ് അടർത്തിയെടുത്തിട്ട് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുത്താൽ മതി. വല്ലാണ്ട് ചെറുതാക്കും വേണ്ട, ഒരു കറിയുടെ കഷ്ണത്തിനനുസരിച്ചിട്ട് ചെറുതാക്കി എടുത്താൽ മതി. അതിൻ്റെ തണ്ടുകളൊക്കെ കളഞ്ഞ് ഇത് നമ്മളിങ്ങനെ അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് തിളപ്പിച്ച വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് അതിലൊന്ന് ഇട്ടിട്ട് ഒരു മിനിറ്റ് മൂടി വെച്ച് എടുത്താൽ മതി. അധികം തിളപ്പിച്ച് വേവിച്ചെടുക്കണ്ട. പിന്നെ ഇതേപോലെ എല്ലാം അരിഞ്ഞെടുക്കാം. തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് കഴുകിയിട്ട് ആ കോളിഫ്ലവർ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊരു മിനിറ്റ് ഒന്ന് ആ തിളച്ച വെള്ളത്തിലിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ടൈം ഓഫാക്കണം. നമുക്ക് വറുത്തരയ്ക്കാൻ നമ്മൾ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു കപ്പോളം നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു മുറിയേറ്റ ഇല്ലിയും ആ നാളികേരത്തിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും, ചുവന്ന ഉള്ളി, ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല വറുത്ത മണം വരണം. ഇനി അതിലേക്ക് ഹോൾ മസാല, കുറച്ച് കുരുമുളകും ഒരു കഷ്ണം പട്ട, ഒരു 3 കരയാമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ചുവക്കെ വറുത്തെടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ വേണം. പണ്ടൊക്കെ ആരും ഓയിലൊന്നുമല്ലല്ലോ ഉപയോഗിക്കുക, എല്ലാം വെളിച്ചെണ്ണയിൽ തന്നെയാണ്. പച്ചക്കറികൾ മുഴുവനും വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കിത് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായി മൂത്ത് വരണം. നന്നായി മൂക്കണവരെ വറുത്തെടുക്കാം. ഇതാ നമ്മൾ ഈ പാകത്തിന് നമ്മൾ നാളികേരം മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് നന്നായി അരച്ചെടുക്കാം. നമുക്ക് കറി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒരു സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതൊന്ന് വാടാൻ വേണ്ടി മാത്രമാണ്. നല്ലോണം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഇതേപോലെ മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണ്. അതുപോലെ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വയ്ക്കാം. പൊടിയുടെ ഒരു പച്ചമണം പോണ വരെ ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു തക്കാളിയും 3-4 പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇതേപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. തക്കാളി ഒന്ന് വാടിയാൽ മതി, കറി വെക്കാനല്ലേ. ഇനി അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യാം.
നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. നമുക്ക് കോളിഫ്ലവർ വേവാനുള്ള വെള്ളം ഒഴിച്ചു. കറി എത്ര കൊണ്ട് വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കാം. കോളിഫ്ലവർ ഉപ്പിട്ടിട്ട് നമ്മൾ തിളപ്പിച്ചെടുത്തതാണ്. പിന്നെ സവാള വഴറ്റുമ്പോഴും കുറച്ച് ഉപ്പിട്ടതാണ്. നെകയ്ക്ക വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. തുറന്ന് നോക്കാം. ഇടയ്ക്കൊക്കെ തുറന്ന് നോക്കി നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ നല്ലോണം ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഓരോരുത്തരുടെ ചാറിനനുസരിച്ചിട്ട് എടുക്കാം. കോളിഫ്ലവർ വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് കുറച്ചും കൂടി ഇടേണ്ടി വരും, കുറവാണ് ഉപ്പ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് നാളികേരം അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. നമുക്കതിൽ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണത്. ഇനി എനിക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ കുറവുണ്ട് കുറച്ച്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇട്ട് കൊടുക്കാം കുറച്ച്. ഇനി നമ്മളിത് വറുത്തിടുന്നില്ല. നമ്മളെല്ലാം ആദ്യം തന്നെ വെളിച്ചെണ്ണയിലൊക്കെ വഴറ്റി എടുത്തതാണ്. വേണം ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും കറി ഒന്ന് വറുത്തിടുന്നതാവും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ വറുത്തരച്ച കറി ആവുമ്പോൾ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി മൂപ്പിച്ച് ഒഴിക്കാം. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നല്ല ടേസ്റ്റാട്ടോ. ഇടയ്ക്ക് എളുപ്പമാണ്. നമ്മൾ ഒരു പ്രത്യേകത ഇല്ലാത്ത ഒരു കറി, വറുത്തരച്ച കറിയാണിത്. എല്ലാവരും വീട്ടിൽ വല്ലതും ഉള്ള സംഗതികൾ തന്നെയുള്ളൂ. നമ്മൾ വേറെ കൂടുതലും മസാലകളൊന്നും ചേർക്കണില്ല. സാധാരണ ബേസിക് മസാലകൾ തന്നെ ചേർക്കണുള്ളൂ. പെരുംജീരകം ആണ്, പിന്നെ ഹോൾ മസാല നമ്മൾ തേങ്ങ വറക്കുമ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാട്ടോ. ഇനി ഇതൊന്ന് നല്ലോണം തിളച്ച് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.